അപ്പോൾ പുള്ളിക്കാരി പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ വിസയെക്കുറിച്ചാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരി പറയുന്നത് വെച്ചാൽ ഓപ്പൺ വിസയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. അത് ഓപ്പൺ വിസ എന്നുള്ള ഒരു വിസ, അങ്ങനെ ഒരു വിസ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വിസ ഇല്ല. ഓപ്പൺ വിസ ഒന്നാമത്തെ കാര്യം പുള്ളിക്കാരിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. 3 വർഷത്തെ ഓപ്പൺ വിസ വർക്ക് വിസയിലാണ് ഞങ്ങളെല്ലാം ഇവിടെ റഷ്യയിലുള്ളത്. ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ഈ 3 വർഷത്തെ ഓപ്പൺ വിസയിലാണ്. ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. ഞങ്ങൾ 2 വർഷത്തോളം ആയിരിക്കുന്നു ഇവിടെ വന്നിട്ട്. ഈ വീഡിയോയിൽ പറയുന്ന ജോബി എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് വെറും ശുദ്ധ മണ്ടത്തരമാണ്, വെറും പോലത്തെ. നീ എന്തു ഇരുന്ന് ഈ പറയുന്നേ? നീ പറയുന്ന ഓപ്പൺ വിസാവോ ഇല്ലെന്ന് പറയുന്നു. നിനക്ക് ശബ്ദമില്ലായിട്ട് വേറൊരുത്തൻ്റെ വോയിസ് മെസ്സേജിലൂടെ നിന്റെ കൂട്ടുകാരനെ വിസ തട്ടിപ്പ് ചെയ്യുന്ന ഒരുത്തം വന്നിട്ട് പറയുന്നു ഞങ്ങളൊക്കെ വന്നിരിക്കുന്നു ഓപ്പൺ വിസയിലാന്ന് പറയുന്നു. ഇങ്ങനൊരു വിസയില്ല. പണ്ട് മുതലേ ഞാൻ ഈ സംഭവം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, മനസ്സിലായോ? ഇവൻ ഇപ്പോൾ അത് സമ്മതിച്ചു. ഇവൻ്റെ പഴയ വീഡിയോ നിങ്ങൾ നോക്കിയാൽ മതി. അതിനകത്തൊക്കെ ഓപ്പൺ വിസ 3 ഇയർ ഓപ്പൺ വിസ, അല്ലെ ഇവനെ വിളിച്ചവരും അല്ല ഇവൻ്റെ വിസ ചെയ്ത് ഇവിടെ വന്ന് നിൽക്കുന്ന കുറേ അവന്മാരുണ്ട്. അവന്മാരോടും പറഞ്ഞിരിക്കുന്നത് ഓപ്പൺ വിസയിലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഒരു വിസയില്ല. എടാ നായ്ക്കളെ, എടാ പണിയെടുത്ത് ജീവിക്കടാ, നാട്ടുകാരെ ഊമ്പിച്ച് ജീവിക്കാതെ. നിനക്കൊന്നും നാണവും മാനവും ഇല്ലടാ ഇങ്ങനെ വന്ന് നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ട ആൾക്കാരെ ഈ പറ്റിക്കാൻ വേണ്ടിയിട്ട്. എടാ അധ്വാനിച്ചിട്ട് ജീവിക്കുക, നീക്ക് കാശുണ്ടാക്ക്. നാട്ടുകാരെ പറ്റിച്ചിട്ടല്ല ഇതെല്ലാം ചെയ്യേണ്ടത്, മനസ്സിലായോ? ഒരു എന്താ പറയുക, ഒരുമാതിരി ഉറപ്പില്ലാത്തവന്മാര്. ഉളുപ്പുണ്ടോടാ നിനക്കൊക്കെ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട്? ലേശം ഉളുപ്പുണ്ടോ നിനക്കൊക്കെ? നല്ല തന്തയ്ക്കും ഉണ്ടാകാനാണെങ്കിൽ തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടാകാനാണെങ്കിൽ ഇങ്ങനത്തെ ഈ നാറിയ പരിപാടി കാണിക്കത്തില്ല നമ്മുടെ നാട്ടിലെ ആൾക്കാരോട്. കഷ്ടം നിൻ്റെയൊക്കെ കാര്യം. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ ഇവന്മാർ, ഞാൻ പറയും ഇവനൊക്കെ തട്ടിപ്പാണ്. ഇപ്പം ഇവനൊക്കെ തെറിയും ഇതിൻ്റെ അടുക്ക് വന്നെന്ന് പറയട്ടെ. നല്ല രീതിയിൽ എനിക്കും തെറി പറയാൻ വേണ്ടിയിട്ട് അറിയാം, മനസ്സിലായോ? അവൻ്റെ തെറിയും കോപ്പും ഒക്കെ ആയിട്ട് ഇപ്പം ഒരു പരിപാടി ഇപ്പം ആൾക്കാർ അറിഞ്ഞു തുടങ്ങി, മനസ്സിലായോ? ഇമാര് 9 മാസം 8 മാസമായിട്ട് ആൾക്കാർ പലിശയ്ക്ക് എടുത്തിട്ട് പൈസ കൊടുത്തേക്കുമാർക്ക് വിസ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവർ പലിശ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ 3 കൊല്ലത്തിമാർ ഈ പരിപാടി ഇപ്പോൾ ഇവിടെ നടക്കുന്നില്ല. ഇമാർ എങ്ങനെയൊക്കെയോ വേറെ ഏതെങ്കിലും കമ്പനികളെ പിടിച്ചിട്ട് വിസ എടുത്തിട്ട് അവർക്ക് പേര് തരാനല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങൾ പ്രോപ്പർ വിസ വരുവാണെങ്കിൽ കയറി വരിക. അല്ലാതെ ഇവന്മാരുടെ ഈ 3 കൊല്ലത്ത് ഓപ്പൺ വിസയിലൊന്നും കയറി വരരുത്. നിങ്ങൾ എന്തിന് ഇത്രയും പൈസ കൊടുക്കുന്നത്? നമ്മൾ പൈസ കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞില്ല. പ്രോപ്പർ വിസയാണ് നമുക്ക് തരണമെങ്കിൽ കൊടുക്കാം. ഏത് കമ്പനിയാണോ നമുക്ക് വിസ തരുന്നത് ആ കമ്പനി ജോലി ചെയ്യണം, അത് പ്രോപ്പർ വിസയാണ്. അല്ലാത്ത പക്ഷം നിങ്ങളെല്ലാം ഇല്ലീഗൽസ് ആയിട്ടാണ് വർക്ക് ചെയ്യുക, മനസ്സിലായോ? നിങ്ങൾക്കൊരു മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ല, ഒരു തേങ്ങയില്ല, മനസ്സിലായോ? ഇപ്പൊ ഇതും വെച്ചിട്ട് കുറെ അവന്മാര് ഒരു നാട്ടുകാരെടാ പണിയെടുത്ത്. നിനക്കൊന്നും നാണവും മാനവും ഉണ്ടോടാ? നീക്ക് ആണാണോടാ നാറികളെ? ആണുങ്ങളെ പോലെ ജീവിക്കടാ പട്ടികളെ. ഇമ്മാര് നാരത്തരമൊക്കെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരോട് കാണിക്കാൻ വേണ്ടി. നിന്റെ കുടുംബത്തിലോ നിനക്കോ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുവാണ്, നിനക്കൊക്കെ ഈ ഊമ്പീര് കിട്ടിയാലേ നിനക്ക് പഠിക്കത്തുള്ളൂ. ഒരുമാതിരി എന്താ എനിക്ക് ശരിക്കും പറയുമ്പോൾ എന്താ പറയേണ്ടെന്നുള്ള കാര്യം അറിയത്തില്ല. നല്ല തെറിയും നല്ല ഇതുമാണ് വരുന്നത്. അവൻ്റെ ഓപ്പൺ വിസ ഈ 2 ഇല്ലെന്നും പറയുന്ന വേറൊരുത്തം വന്നിട്ട് ഓപ്പൺ വിസയല്ല വന്നേന്ന് പറയുന്നത്. എല്ലാ ഇവന്മാർ ഏജന്റുമാരാണ്. ഒരുപാട് ആൾക്കാരുണ്ട് റഷ്യയിൽ ഇങ്ങനത്തെ. നിങ്ങൾ ഇൻസ്റ്റഗ്രാം നോക്കുക, നമ്മുടെ യൂട്യൂബിൽ നോക്കുക. അതുപോലെ തന്നെ നാട്ടിൽ കുറേ ആൾക്കാർ ട്രാവൽ ഏജൻസി നടത്തുന്നുണ്ട്. ഇവരൊക്കെ ഉടായ്പ വിസ ചെയ്യാൻ വേണ്ടി ഇവന്മാർ അവരെ വിളിച്ചിട്ട് പറയുന്നു, ഓക്കെ ഞങ്ങൾക്ക് ഒരു 2.5 ലക്ഷം രൂപ കിട്ടി, ഞങ്ങൾക്ക് ഇത്ര രൂപ, അതിന് മേളിലോട്ട് പ്രോഫിറ്റ് നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞിട്ട് ഇവർ 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപയ്ക്ക് ഈ പറഞ്ഞ രീതിയിൽ അവിടെ നിന്ന് ആൾക്കാരെ ക്യാൻവാസ് ആയിട്ട് ഇവന്മാരെ കൊടുക്കും. ഇവന്മാർ അവിടെ നിന്ന് ആൾക്കാരെ എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ വെയർ ഹൗസിലോട്ട് കൊണ്ടുവന്നാൽ അവിടെ ചെക്കിങ് വരത്തില്ല, മനസ്സിലായോ? അതുകൊണ്ട് അവന്മാർ സേഫായിട്ട് ഇരിക്കുന്നു. എന്നാൽ ഇവർക്ക് നമ്മൾ എത്ര വട്ടം പറഞ്ഞു കൊടുക്കുന്നത്, ഈ 3 കൊല്ലത്തെ വിസ നിൽക്കുന്ന ആൾക്കാരോട് ശകലമെങ്കിലും ബോധമായിട്ടുള്ള ആൾക്കാരാണ്, അവർക്കിത് മനസ്സിലാകത്തില്ലേ? അപ്പോൾ അതുകൊണ്ട് നിന്റെ ഈ വിസ തട്ടിപ്പ് പരിപാടികളൊക്കെ നിർത്തി പണിയെടുത്ത് ജീവിക്കാൻ നോക്ക്. നിന്റെ നല്ല ഇതേ പരിപാടി ചെയ്യുന്നവന്മാരുണ്ട്, കുറേ നായിൻ്റെ മക്കൾ, കുറേ അവന്മാർ ഇവിടെ. പണിയെടുത്ത് ജീവിക്കണം നാറികളെ. പാവപ്പെട്ട ആൾക്കാരെ പറ്റിച്ചിട്ടല്ലേ ജീവിക്കണ്ടേ? പിന്നെ നീക്ക് എന്നെ എന്താണ്ടൊക്കെ ഉണ്ടാക്കിക്കളയെന്നല്ലേ പറഞ്ഞേ? നീക്കൊന്ന് ഉണ്ടാക്കി കാണിച്ചു കാട്ട്. ആണോ മാനോ ഇല്ലാത്തവന്മാർ. ഞാൻ ആ ലാസ്റ്റ് വീഡിയോ കണ്ടായിരുന്നു ഇജാസിൻ്റെ. ഇജാസൊന്നും പറയാനും പറ്റില്ല, ഇവനെ പേര് വിളിക്കാനായിട്ടോ ഒന്നും തോന്നില്ല, ഇവനെ തെറി പറയാനായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ ആത്മസംയമനം പാലിച്ചിരിക്കുന്നതാണ്. അതിനകത്ത് കുറേ ആൾക്കാരുടെ വോയിസ് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് ക്ലിപ്പ് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇജാസ് വഴിയാണ് വന്നത്, ഞങ്ങൾക്ക് കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല, അതായതാന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളത്. ഞാൻ അതിനെക്കുറിച്ചൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ വീഡിയോ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരുപാട് ആൾക്കാർക്ക് ഗുണമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് വിസ തട്ടിപ്പ് കാര്യങ്ങൾ ഇവിടെ കുറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് ഇവിടെ നമ്മുടെ ജെനുവിൻ ആയിട്ടുള്ള വിസ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, പിച്ചുവറിസ്ക, മാഗ്നറ്റ്, അതുപോലെ വേറെ കുറേ കമ്പനികൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അവരൊക്കെ വിസ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ പോയി അന്വേഷിക്കേണ്ടത് ഈ യൂട്യൂബിൽ കാണുന്ന ആൾക്കാരുടെ അടുക്കലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന ആൾക്കാരുടെ അടുക്കലോ അല്ലെ ഈ ട്രാവൽ ഏജൻസികൾ, അതാ പറയുക, ട്രാവൽ ഏജൻസികൾ, ഗവൺമെൻറ് അംഗീകൃത ട്രാവൽ ഏജൻസികൾ നിങ്ങൾ പോകും. അതാണ് ഞാൻ ഈ എടുത്തെടുത്ത് പറയുന്നത്. അല്ലാതെ ഒരുപാട് ഞാൻ പറഞ്ഞു നമ്മുടെ നാട്ടിൽ കൂൺ പൊട്ടു മുളയ്ക്കുന്നതിൻ്റെ കൂട്ട് ഇഷ്ടം പോലെ ട്രാവൽ ഏജൻസി ഉണ്ട്, അവരുടെ പരസ്യവും ഉണ്ട്.
യൂട്യൂബിനകത്തും ഈ പറയുന്നതിൻ്റെ വിട്ട് ഇൻസ്റ്റാഗ്രാമിനകത്തും അവരുടെ പരസ്യവും കാര്യം റഷ്യയിലോട്ട് ജോലി, യൂറോപ്പിലോട്ട് ജോലി, അവിടെ ജോലി, ഇവിടെ ജോലി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നിങ്ങൾ ആദ്യം ഇതെല്ലാം വിളിച്ച് ഗവൺമെൻറ് അംഗീകൃതമാണോ, എല്ലാം ലീഗലായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ കൊണ്ടിട്ട് പൈസ കൊടുക്കാനും എടുക്കാനും വേണ്ടി നിൽക്കരുത്. അപ്പം നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത ഡോക്യുമെൻ്റ് കാര്യങ്ങളാണ് നിങ്ങൾ എനിക്ക് അയച്ചു തരിക. ഞാനത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയാം. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പറുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചും എടുത്തും ചെയ്യുക. കാരണം നമ്മുടെ വീട്ടുകാർ കഷ്ടപ്പെട്ട് നമുക്ക് കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോട്ടെ, അല്ലെ നമ്മൾ കടം മേടിച്ച്, മനസ്സിലായോ? എല്ലാവരും ഭൂരിഭാഗം ആൾക്കാരും കാശ് കടം മേടിച്ചിട്ടാണ്, പലിശയ്ക്ക് എടുത്തിട്ടും വീട് പണയം വെച്ചിട്ടും പല രീതിയിലൊക്കെ ആയിട്ട് ആൾക്കാർ പൈസ സ്വരുക്കൂട്ടിയിട്ട് ഇവരെ കൊണ്ട് കൊടുക്കുകയും എടുക്കുകയും. അപ്പോൾ അതിനൊക്കെ നല്ല നമുക്കൊരു ഉത്തരവാദിത്വം വേണം. ഈ പറഞ്ഞ രീതി കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ജോലി കിട്ടുമോ, ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു ഉറപ്പ് വരുത്തണം. അപ്പോൾ അതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ പൈസ കൊടുത്ത് നമ്മൾ പറ്റിക്കപ്പെട്ടിട്ട് ഞാൻ പൈസ ഒന്നും തിരിച്ച് കിട്ടുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇത് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ട് കേട്ടോ. കാരണം ഒരുപാട് ആൾക്കാർ, ഇത് ഞാൻ മാത്രമല്ല, വേറെ യൂട്യൂബേഴ്സ് ചെയ്യുന്നുണ്ട് ഇതുപോലത്തെ ഇവിടെ നടക്കുന്ന കാനഡയിലും യൂറോപ്പിലും ഒക്കെ നടക്കുന്ന വിസ തട്ടിപ്പുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ. കാരണം ഇത് വലിയൊരു സംഘമാണ്, മനസ്സിലായി? ഇതിൻ്റെ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ വരിയെടുക്കുകയും ചെയ്യുന്ന ആൾക്കാർ വളരെ ചുരുക്കമായിട്ടുള്ള ആൾക്കാർ. ഇതിൻ്റെ ഫ്രണ്ടിൽ പോലും വരാതെ ഈ തട്ടിപ്പ് കിടന്ന ആൾക്കാരെ കഴിഞ്ഞ ദിവസം ഒരുത്തനെ വിളിച്ച് സംസാരിച്ച് നല്ല തെറി തന്നെ ഞാൻ പറഞ്ഞിട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഇവിടെ നാട്ടുകാരെ ഊമ്പിച്ച് ജീവിക്കുമല്ലോ, പണിയെടുത്ത് ജീവിക്കുക. സ്വന്തം നമ്മുടെ നാട്ടിൽ നമ്മുടെ സഹോദരങ്ങളല്ലേ, ഇവരെ പറ്റിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്? കുറെ കാശ് ഇതുകൊണ്ട് തിന്നാ ദഹിക്കുമോ? തലമുറ ഗതി പിടിക്കുമോ? ഒന്നും പറ്റുകയില്ല. എന്നിട്ടും ഏത് വിധേനയും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ പിള്ളേരെ, അത് പറഞ്ഞിട്ടും കാര്യമില്ല, ഈ കുറേ മണ്ടന്മാരായിട്ടുള്ള കുറേ പിള്ളേരുണ്ട്, ബോധവും വെളിവും ഇല്ലാത്തവരും ഒരു വിവരവും. ഇമാർക്ക് കുറച്ചൊക്കെ ചിന്തിച്ചുകൂടെ? നമ്മൾ കടവും വിലയും മേടിച്ച് നമ്മുടെ വീട്ടുകാരായിരുന്ന പൈസയില്ല. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക്, അല്ലാത്തവന്മാർക്കെല്ലാം ഫോണിനകത്ത് ഉണക്കാൻ പറ്റും. എന്നാൽ അതൊക്കെ ഒന്ന് നോക്ക്, നീയൊക്കെ ഒന്ന് പ്രോപ്പറായിട്ടുള്ള കാര്യമാണ് ഇവന്മാർ തരുന്നത്. നമ്മുടെ കാശല്ലേ മേടിക്കുന്നേ. ഇങ്ങനൊരു സംഭവം ഉണ്ടോ ഇല്ലയോ? അതൊന്നും ചെയ്യാൻ വയ്യെങ്കിൽ ഏതെങ്കിലും നാട്ടിൽ നമ്മുടെ ഒരു ഇന്ത്യക്കാരനുണ്ട്, അല്ലെ നമ്മുടെ ഒരു മലയാളി ഉണ്ട്, അയാളെ യൂട്യൂബ് ചാനൽ തുറന്നു വെച്ച് ഇതായി ചെയ്യുന്നവനെ അല്ലാതുള്ള ആൾക്ക് നിങ്ങളുടെ ബന്ധത്തിൽ ആരെങ്കിലുമൊക്കെ കിട്ടുമെന്നേ നമുക്ക്. എന്നിട്ട് അവരോട് ചോദിക്കും, ചേട്ടാ ചേച്ചി ഇങ്ങനെ വല്ല ഒരു ഇതുണ്ടോ അവിടെ, എന്നോട് ഇങ്ങനെ ഒരു ഏജന്റ് പറഞ്ഞിട്ടുണ്ട്, ഇത് വല്ലതും ജെന്യുവൻ ആയിട്ടുള്ള കാര്യമാണോ അല്ലയോ? അതെല്ലാം തിരക്കിയിട്ട് കയറും. അല്ല ഒരു ജോലി ഞാൻ പറയും എടുത്ത് ചാടി ഇതിനെക്കുറിച്ച് അന്വേഷിക്കും. ഞാൻ വിളിക്കുന്ന ആൾക്കാരോട് നിങ്ങൾ നല്ല രീതിയിൽ അന്വേഷിക്കുക. പ്രോപ്പർ സാധനമുണ്ട്. ഇതൊന്നും ചെയ്യാൻ വയ്യ. ഇതിനകത്ത് ഒരുത്തിനെ കണ്ടോ, കൊള്ളാം, അവന് കൊണ്ട് പൈസ കൊടുത്ത് അവൻ നിങ്ങളെ ഊമ്പിച്ചിട്ട് പോയി. നിങ്ങൾ കുറച്ച് ഉത്തരവാദിത്തം കാണിക്കും. നമ്മളെ പറ്റിക്കാൻ എന്താ പറയുക, നമ്മളാ കാരണക്കാരാകുന്നത്, മനസ്സിലായോ? അല്ലാതെ നമ്മളെ വേറെ ഒരുത്തും വന്ന് പറ്റിക്കത്തില്ല. നമ്മളതിനുള്ള അവസരം കൊടുത്തിട്ടില്ലേ? എന്നിട്ട് പിന്നെ കിടന്ന് എനിക്ക് പൈസ മേടിച്ച നമുക്കെതിരെ ഇനി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഇത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവന്മാരുടെ ഡോക്യുമെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയില്ല, ഇപ്പം ഞാൻ കുറച്ച് ആൾക്കാരുടെ സംഗതി കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലാതുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യും? ആ പൈസ പോയത് തന്നെ. ഇത് ബിസിനസ് വിസയിൽ ഒരു പുള്ളിക്കാരനെ കൊണ്ടുപോയിട്ട് എയർപോർട്ടിൽ പുറത്തിറങ്ങാൻ പറ്റിയില്ല. അപ്പോഴേ ഈ വിസ കണ്ടപ്പോഴത്തേക്കിനെ ഈ ഒരൊറ്റ കമ്പനിയുടെ ബിസിനസ് വിസയിലാണ് ഈ ആൾക്കാരെ കൊണ്ടുവന്നിരിക്കുന്നത് ഫുൾ. അവരെ നേരെ അവിടെ നിന്ന് തന്നെ തിരിച്ച് അടുത്ത ഫ്ലൈറ്റിൽ തന്നെ അവരെ നാട്ടിലോട്ട് കയറ്റി വിട്ട്. എന്നിട്ട് ഇപ്പം അവന്മാർ ഞങ്ങൾക്ക് ഇത് അറിയത്തില്ലായിരുന്നു, ഏജൻസിക്കാരോ ഞങ്ങൾക്ക് ഇത് അറിയത്തില്ലായിരുന്നു, അതിൻ്റെ 1 ലക്ഷം രൂപ കുറിച്ചിട്ട് 4 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പൈസ ആയിട്ട് ഇറങ്ങി പൈസ തരാം, 4 ലക്ഷം രൂപ അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞു. 5 ലക്ഷം രൂപ കൊടുത്തേ ബിസിനസ് വിസയ്ക്ക്. പൈസ കൊടുക്കുന്നതല്ലല്ലോ, പൈസ കൊടുക്കാം. പ്രോപ്പർ വിസ, ഈ പറഞ്ഞ ഓപ്പൺ വിസ തന്നെ, നമ്മളെ ഏത് കമ്പനിയാണോ കൊണ്ടുപോകുന്നത് ആ കമ്പനിയുടെ വിസ, അതാണ് ഈ പ്രോപ്പർ വിസ. കഴിഞ്ഞ കുറേ നാളായിട്ട് ഞാൻ നിങ്ങളോട് ഇരുന്ന് പറയുന്നതാണ്, അതാണ് പ്രോപ്പർ വിസ. ആ വിസയാണോ അവർ തരുന്നതെന്നുള്ളതിൻ്റെ കാര്യങ്ങൾ നോക്കുക. എന്നാലേ നിങ്ങൾക്ക് ഇൻഷുറൻസും ഈ പറയുന്നതിൻ്റെ കൂട്ട് എല്ലാ കാര്യങ്ങളും മെഡിക്കൽ ക്ലെയിമും എല്ലാം ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇല്ലീഗേഴ്സ്, ഇവന്മാർ കൊണ്ട് നിർത്തുന്നവരെല്ലാവരും ഇല്ലീഗേഴ്സ് ആയിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത്. അത് ഈ പൊട്ടന്മാർക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകത്തില്ല. ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, വേറെ എന്താണ്? എടാ പൊട്ട, നിൻ്റെയൊക്കെ ഡോക്യുമെന്റ് ലീഗൽ അല്ല, നിങ്ങൾ ഇല്ലീഗേഴ്സ് ആണ്. ഈ വലിയ വെയർ ഹൗസ് പോലത്തെ സ്ഥലമായതുകൊണ്ടാണ് നിന്നെ ഒന്ന് ചെക്കിങ് വന്നിട്ട് പിടിക്കാത്തത്, മനസ്സിലായോ? ഒന്നും മനസ്സിലാക്കുക. റഷ്യയിലെ നിയമം അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇതൊന്നും അറിയത്തില്ല, ചുമ്മാ ഒന്ന് അത്യാവശ്യം വിവരവും ബോധവും ഉള്ളവർക്കൊക്കെ മനസ്സിലാകും. ഇതൊന്നും അറിയാത്ത കുറെ പൊട്ടന്മാരായിട്ടുള്ളവന്മാരുണ്ട് ഇവന്മാരെ കൊണ്ട് കാശ് കൊടുക്കുന്നത്. എന്നിട്ട് പറയുമോ ഞങ്ങൾ പെട്ടുപോയി, ഇനിയിപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന്. നിങ്ങൾ പെടാൻ കാരണം നിങ്ങളാണ്. എത്ര പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇത് വെറുതെ ഇരുന്ന് എനിക്കിത് പറയാൻ വേണ്ടതുണ്ടോ? ഇപ്പൊ ഭയങ്കരമായിട്ട് എനിക്കെതിരെ തെറിവിളിയും ഭീഷണിയും കാര്യങ്ങളും ഒക്കെ ഇട്ട് അതൊക്കെ നീ നിന്റെയൊക്കെ കയ്യിലങ്ങ് വെച്ചാൽ മതി. നീ എന്നെ ഒരു മൈരും ചെയ്യാൻ പോകുന്നില്ല, നീക്ക് ചെയ്ത് കാണിച്ചാട്ട്. ചുമ്മാ വെറുതെ ഇരുന്ന് കൊണ പറയാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക. നാട്ടിലുള്ള പിള്ളേരെ ഞാൻ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ കൂടി പോകും. പണിയെടുത്ത് ജീവിക്കടാ, ചുമ്മാ വെറുതെ നാട്ടുകാരെ ഊമ്പിക്കാതെ. അപ്പോൾ എല്ലാവരും എല്ലാ കാര്യവും ശ്രദ്ധിക്കുക. ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പറുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡോക്യുമെൻ്റ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ ഡോക്യുമെൻ്റ് കാര്യങ്ങൾ ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും കേട്ടോ. പിന്നെ മോനെ ഇജാസേ, നീ കൊണ്ട് കേസ് കൊടുക്കുന്നില്ലേ പറഞ്ഞേ? നിനക്ക് ധൈര്യം ഉണ്ടോടാ കൊടുക്കാൻ വേണ്ടിയിട്ട്? വായത്താളൊടിക്കുക, നിനക്കറിയാം നാട്ടുകാരെ മുമ്പിക്കാനും ഈ പറയുന്ന ഈ കാര്യങ്ങൾ ചെയ്യാനും. നിനക്ക് ധൈര്യം ഉണ്ടെന്ന് എനിക്കെതിരെ കൊണ്ട് കേസ് കൊടുക്കാവും?
നീ റഷ്യൻ സിറ്റിസൺ ഒക്കെ ആയിട്ടുള്ള ആളല്ലേ, നിനക്ക് ധൈര്യമുണ്ട് ഒരു കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട്? നീ കൊടുക്കത്തില്ല. കൊടുത്താൽ നീ അവിടെ തീരും. മനസ്സിലായോ? നിനക്കെതിരെ കേസ് വരുമെന്നോ നിനക്ക് പ്രശ്നം ഉണ്ടാകുന്നുള്ള കാര്യം നിനക്ക് വ്യക്തമായിട്ട് അറിയാം. വായ്ത്താളം അടിക്കില്ല, ചെയ്ത് കാണിക്കണം. മനസ്സിലായോ? ആണുങ്ങൾ അങ്ങനെ. ഇതൊരുമാതിരി ഞാൻ പറയുന്നില്ല, നീ അതാണ്. മനസ്സിലായോ? റീസെന്റ് ഒരു വീഡിയോ കാണാനായി, അതായത് ഇജാസ് ബ്രേക്കിംഗ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഞാനെന്തോ വലിയൊരു കുറ്റം ചെയ്ത പോലെയാണ് ബ്രേക്കിംഗ് ന്യൂസ് എന്നൊക്കെ ആയിട്ട് കൊടുത്തു. അതായത് ഇവൻ പറയുന്നത് വെച്ചാൽ ഇവന്റെ അണ്ടി കാണാതായിട്ടുണ്ട്, കിട്ടുന്നവർ ഉടൻ തന്നെ ഇവനായിട്ട് ബന്ധപ്പെടണം, അല്ലെങ്കിൽ ഇവന്റെ അച്ഛൻ്റെ അണ്ടി കാണാതായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബ്രേക്കിംഗ് ന്യൂസിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ബ്രേക്കിംഗ് ന്യൂസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്നൊന്നും അറിയിക്കാം കേട്ടോ. എൻ്റെ അണ്ടി എൻ്റെ അച്ഛൻ്റെ അണ്ടിയും കാണുന്നില്ലെന്നോ? എടാ, എൻ്റെ അച്ഛൻ്റെ അണ്ടി നിൻ്റെ അച്ഛൻ്റെ വായിൽ നിന്ന് എടുത്തത്. ഇപ്പം എൻ്റെ അണ്ടി നിൻ്റെ വായിലല്ലേ ഇരിക്കുന്നത്. നന്നായിട്ട് ഞാൻ വായി തരുന്നുണ്ടല്ലോ. നാണം ഉണ്ടോടാ ഇങ്ങനെയൊക്കെ വന്നെന്ന് പറയാൻ വേണ്ടിയിട്ട്? നീ ഇതേ രീതിയിൽ പറയുവാണെങ്കിൽ ഇതേ നാണയത്തിൽ എനിക്കും തിരിച്ചു പറയാൻ വേണ്ടി അറിയാം. മനസ്സിലായോ? നാണവും മാനവുമില്ല നാട്ടുകാരെ പറ്റി ജീവിച്ചിട്ട് സത്യം വിളിച്ചു പറയുമ്പോൾ കുരു പൊട്ടി കാരണം കള്ളവെല്ലാം വിളിച്ചത് വന്നു. അപ്പോൾ തെറിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്നിട്ട് പറയുന്നു. ഇതേ രീതി എനിക്കും തെറി പറയാൻ അറിയാം. നിനക്ക് അണ്ടിക്ക് ഉറപ്പുണ്ടല്ലോ, അണ്ടി. മനസ്സിലായോ? ഉറപ്പുണ്ടെങ്കിൽ നീ കൊണ്ട് കേസ് കൊടുക്കേണ്ട പേരിൽ. എന്നിട്ട് നീ വന്നിട്ട് സംസാരിക്കുക എന്നോട്. അവൻ ഇവിടെ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുവാണ്. നിന്നെ എല്ലാത്തിനും അടപടലം പൂട്ടി ഇവിടെ നടക്കുന്ന വിസ തട്ടിപ്പ് ഫുള്ള് പിടിച്ചിരിക്കും. നിനക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്ത് കാണിച്ചു കേട്ടെ.